നമുക്കിന്ന് മലബാർ ഫുഡിൻ്റെ കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഇത് നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. ഓരോ ഭാഗമായിട്ട് പൊട്ടിക്കുക. അതൊരു നല്ല കറക്റ്റായിട്ട് പാക്കിംഗ് എല്ലാം നല്ല പെർഫെക്റ്റാണ്. ഭയങ്കര നല്ല കറക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്ത കാണുന്നുണ്ട്. അതുകൊണ്ട് ഓരോന്ന് വേണം നീക്കി വെക്കുക, പൊട്ടിക്കുക. ആഹാ, മലബാർ ഫുഡീസ്. പിന്നെ വന്നത് ഇത് കോഴി ഇറച്ചി, മലബാർ ഇടിയിറച്ചി. കോവക്കാന്ന് ഇത് കാണിക്കുന്നു. ബീഫ് പിക്കിൾ. ഇത് ഇടിയിറച്ചി, ഇതും ഇടിയിറച്ചിയാ. ഇത് മീനച്ചാർ, മീനിന്റെ അച്ചാർ. ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് പാർസലായിട്ട് വന്നിട്ടുള്ളത്. DTDC പോയിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ്. ഇത് അയച്ച മലബാർ ഫുഡ്സിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് ഒരുപാട് സാധനം ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ അറിയില്ലേനു. ഇന്നലെ വിളിച്ചിന് വാങ്ങാൻ പോവുക, പക്ഷെ ഇന്നാ പോയിട്ട് കിട്ടിയത്. ആദ്യം ബഫല്ലോ ഡ്രൈ മീറ്റിൻ്റെ ഒന്ന് ഞാൻ ട്രൈ ചെയ്യാം. പൊട്ടിച്ചിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ടേസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റൂ. നന്നായിട്ടുണ്ട്. ഉണക്ക് നല്ല വെളിച്ചെണ്ണയിൽ വരട്ടിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് പൊടിച്ചെടുത്തത്. അതിൻ്റെ നല്ല രസമുണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇത് കോഴീൻ്റെ ചിക്കൻ ഇടിയിറച്ചിയാണ്. അടുത്ത ഞാൻ ഡ്രൈ ചെയ്യാൻ പോകുന്ന അതും അങ്ങനെ തന്നെ ഫുള്ളും ഡ്രൈ ആയിട്ടുണ്ട്. മിക്സ്ചർ മാതിരിയാണ്. നല്ല കടിക്കുമ്പോൾ തന്നെ മിക്സ്ചർ തിന്ന ഒരു പോലെ. അല്ല മിക്സ്ചർ പോലെ നമുക്ക് മിക്സ്ചറിൻ്റെ ആ ഒരു ഇതില്ല, അത് തിന്നും പോലെ ഉണ്ട്. നന്നായിട്ടുണ്ട്. ഇനി അടുത്ത നോക്കാം. അടിപൊളിയായിട്ടില്ല, കാണാനും നല്ല. അതും മറ്റേത് നേരത്തെ കഴിച്ചു തന്നെ. അപ്പം അതിനെ കൊണ്ട് ഇതേ ഇതാണ് അതിൻ്റെ. അടുത്തത് ഇത് മീനിൻ്റെ അച്ചാറാണ്. ഫിഷിൻ്റെ പിക്കിള്. നല്ല പാർസൽ വന്നപ്പം തന്നെ നമുക്ക് തോന്നി നല്ല അടിപൊളി പാക്കേജ്. ഹോട്ടലും നല്ല എല്ലാം നല്ല രീതിയിൽ തന്നെ. ആർക്കെങ്കിലും വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. ആവശ്യക്കാർ ലിങ്കിൽ പോയി നോക്കിയിട്ട് വാങ്ങാം. ഫിഷിൻ്റെ പിക്കിളും കൂടി ഒന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ഇതിൻ്റെ മസാലയിൽ നല്ല കൂട്ടും. ഞാനിവിടുന്ന് മാങ്ങയിലുണ്ടാക്കില്ലേ, അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇത് ബീഫിൻ്റെ പിക്കിളാണ്, ബീഫിൻ്റെ അച്ചാർ. നല്ല കവറിങ് എല്ലാം നല്ല. ഇത് ഐശ്വര്യക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കഴിച്ചിട്ടില്ല, കഴിച്ച് നോക്കണം. ഇതുപോലെ ഇത് അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ കുട്ടികൾക്കെല്ലാം, പുറത്തുള്ള കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഇതിൻ്റെ പാക്കറ്റ് വാങ്ങി പോയാൽ ഇതേവരെ ഓരോ ബോട്ടിൽ വാങ്ങിയാൽ ഇതെല്ലാം നല്ല ഡ്രൈ ആക്കി ചെയ്തുകൊണ്ട് മോശമായി പോവില്ല. അതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. ഇനി അടുത്ത കൊണ്ടാട്ടം, കോവക്ക കൊണ്ടാട്ടമാണ് ഞാൻ എനിക്ക് കഴിക്കാൻ പോകുന്ന.
പാവക്കല്ല. കോവക്ക എന്ന് പറഞ്ഞാൽ പാവക്ക എന്ന് പറഞ്ഞാൽ കയ്പക്ക ഇല്ല നമ്മൾ പറഞ്ഞ അതിനാണ് പാവക്ക എന്ന് പറയാം. ഇത് കോവക്ക. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിക്കൻ്റെ പിന്നെ ഇടിയിറച്ചിയാണ്. എന്നുവെച്ചാൽ ഇടിയിറച്ചി നമുക്ക് ഇതുവരെയും കഴിച്ചിട്ടില്ലല്ലോ, നമ്മൾ ഇതുവരെ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ഇടിയിറച്ചി. ചിക്കനെല്ലാം നമ്മളിവിടെ ഉണ്ടാക്കുമെങ്കിലും ചിക്കൻ്റെ ഇടിയിറച്ചിയായിട്ട് ഇതുവരെ ആദ്യമായിട്ട് കഴിക്കുക. അതുകൊണ്ട് ഏറ്റവും എനിക്ക് സൂപ്പറായിട്ട് തോന്നിയത് ഈ ഇടിയിറച്ചിയാണ്. ആർക്കെങ്കിലും ഇടിയിറച്ചി ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കുറച്ച് കാലം കുട്ടികൾക്കെല്ലാം ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികൾക്ക് സൂക്ഷിക്കാൻ പറ്റിയൊരു സാധനം തന്നെയാണ്. എന്താ വെച്ചാൽ ഡ്രൈ ആയിട്ട് എടുത്തത് കൊണ്ട് തന്നെ നന്നായിട്ടുണ്ട്. ഇത് അയച്ചു തന്ന മലബാർ ഫുഡിന് ഒരുപാട് താങ്ക്സ്. ഇനിയും നമ്മൾ നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും.